ഹായ് ഓൾ, വെൽക്കം ടു മാത്ത് വേൾഡ്. എല്ലാവർക്കും SSLC സ്പെഷ്യൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററാണ്. കഴിഞ്ഞ ദിവസം SSLC സ്പെഷ്യലായിട്ട് എടുത്തത് സോളിഡ്സ് ആയിരുന്നു. സോ നമ്മൾ ഈ ചെയ്യുന്നത് ഒരു 5 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതുകൊണ്ട് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് കണ്ടു നോക്കുക. ഇനി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് ഇടുക. ഇനി ഏതെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ചാപ്റ്റേഴ്സോ ഏതെങ്കിലും പർട്ടിക്കുലർ പോർഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളത് സജഷൻ ബോക്സിൽ ഇട്ടാൽ ഞാൻ അതനുസരിച്ച് എടുക്കുന്നതാണ്. സോ നമ്മുടെ ഇന്നത്തെ ചാപ്റ്ററിലേക്ക് നോക്കാം. അരിത്തമെറ്റിക് സീക്വൻസ്. നമുക്കറിയാം, മലയാളത്തിലാണെങ്കിൽ സമാന്തര ശ്രേണികൾ എന്നാണ് വിളിക്കുന്നത്. അതായത് നമ്മുടെ 2, 4, 6, 8, 5, 10, 15, 20 അല്ലെങ്കിൽ 3, 6, 9 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ എഴുതുന്ന ഈ സീക്വൻസിനെയാണ് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത 2 നമ്പേഴ്സുകൾ തമ്മിലുള്ള ഡിഫറൻസ് കോമൺ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പം 2, 4, 6, 8, 10 ഇതെടുത്ത് നോക്കിയേ. ഇതിൽ കോൺസിക്യൂട്ടീവ് ടേംസ്, അതായത് അടുത്തടുത്ത ടേംസ് നോക്കി, 2ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 2. വീണ്ടും 4ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 2. 6ഉം 8ഉം തമ്മിലുള്ള ഡിഫറൻസ് 2. അങ്ങനെ ഈ ഡിഫറൻസ്, അടുത്തടുത്ത നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് കോമൺ ആയിട്ട് വരുമ്പോൾ അതിനെ നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് വിളിക്കുന്നു. അങ്ങനെയുള്ള സീരീസിനെയാണ് അല്ലെങ്കിൽ സീക്വൻസിനെയാണ് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് നോക്കാം, അതിനുശേഷം കൂടുതൽ ഡീറ്റെയിൽസ് പറയാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കൺസിഡർ 2 APs with a common difference 4 and the difference between their fifth term is 8. 2 കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഒന്ന്, 2 APs ഉണ്ട്. ആ APകളുടെ കോമൺ ഡിഫറൻസ് 2 APയുടെയും കോമൺ ഡിഫറൻസ് എത്രയാണ്? 4 ആണ്. അതുപോലെ ആ രണ്ട് APയുടെയും ഫിഫ്ത്ത് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എത്ര? 8. 2 കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത്തേത്, ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് ടേംസ്. 2 AP ഉണ്ടല്ലേ, അപ്പം 2 APയുടെയും ആദ്യത്തെ ടേംസുകൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ്. ആദ്യത്തെ 20 സംഖ്യകളുടെ ഡിഫറൻസ് 2 APയുടെ നമുക്ക് നോക്കാം. സോ ലെറ്റ് 2 APs ആണല്ലേ ഉള്ളത്. അതുകൊണ്ട് AP1 എന്നും AP2 എന്നും കൊടുത്തു. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ 2 ലെറ്റേഴ്സ് വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. APയിലെ ആദ്യത്തെ AP A1, A2, A3 എന്ന് പറഞ്ഞ് വിളിച്ചു. അതായത് ഈ APൻ്റെ ടേംസൊക്കെ A1, A2, A3, A4 അങ്ങനെ ഡിനോട്ട് ചെയ്യും. രണ്ടാമത്തെ APയുടെ ടേംസ് B1, B2, B3 എക്സെട്ര. ഇനി തന്നേക്കുന്ന ഇൻഫർമേഷൻസ് ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നിങ്ങൾക്ക് അറിയാവുന്നതാണേലും അറിയത്തില്ലാത്തതാണേലും നിങ്ങൾ തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് ഗിവൺ ദാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുക. ഗിവൺ ദാറ്റ് കോമൺ ഡിഫറൻസ് ഓഫ് ബോത്ത് AP ഈക്വൽ ടു എത്രയാണ്? 4 എന്ന് തന്നിട്ടുണ്ട്. രണ്ടാമത് ഒരു കാര്യം കൂടി ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദർ ഡിഫറൻസ് ഓഫ് ദി ഫിഫ്ത്ത് ടേം, അതായത് ഒന്നാമത്തെ AP A എന്ന ലെറ്റേഴ്സാണല്ലോ ഞാൻ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ APൻ്റെ ലെറ്റേഴ്സ്, അതായത് ടേംസിനെ B എന്ന ലെറ്ററും കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. So A5 minus A8 equal to 8. Sorry, A5 minus B5. A5 minus B5 equal to 8. ഇത് എവിടെ നിന്നാണ് കിട്ടിയേ? ഈ ക്വസ്റ്റ്യനിലെ ടേം, ഈ സെൻറ്റൻസില്ലേ, ഡിഫറൻസ് ബിറ്റ്വീൻ ഫിഫ്ത്ത് ടേംസ് ഈസ് 8. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നുമാണ് ഈക്വേഷൻ ഉണ്ടാക്കിയെടുത്തത്. ഓക്കെ, ഇനി ഒരു APയിൽ മെയിനായിട്ട് നമ്മൾ 2 ഇക്വേഷൻസാണ് പഠിക്കുന്നത് അല്ലേ. ഒന്ന്, അതിൻ്റെ nth ടേം, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അതിനെ AN എന്ന് വിളിക്കാം. ഇനി ഏത് ലെറ്റർ ഉപയോഗിച്ചാണ് നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിച്ചേക്കുന്നത് അത് ഉപയോഗിക്കുക. അതായത് TN എന്ന് ചിലർ ഡിനോട്ട് ചെയ്യുന്നു, XN എന്ന് ഡിനോട്ട് ചെയ്യുന്നുണ്ട്. സോ ഏത് ലെറ്റർ ആണെങ്കിലും nth ടേം ഓഫ് ആൻ AP ഈക്വൽ ടു A എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ടേം. ഏത് ലെറ്റർ ആണോ പഠിപ്പിച്ചത് ഫസ്റ്റ് ടേമിന് അത് ഉപയോഗിക്കുക. ഫസ്റ്റ് ടേം പ്ലസ് n-1 ഇൻറ്റു D. സോ AN ഈക്വൽ ടു A പ്ലസ് n-1 ഇൻറ്റു D ആണ് nth ടേം ഓഫ് ആൻ AP. ഇനി അടുത്തത് എന്താ? നമുക്ക് കണ്ടുപിടിക്കേണ്ട ടേം എത്രയാണ്? ഫിഫ്ത്ത് ടേം അല്ലേ. അപ്പോൾ ഒന്നാമത്തെ AP ആയപ്പോൾ അതിനെ A5 എന്നെടുത്തു. A5 ഈക്വൽ ടു ഒന്നാമത്തെ APയുടെ ഫസ്റ്റ് ടേം എന്നതാ? A1 പ്ലസ് 5 മൈനസ് 1 ഇൻറ്റു 4. ഇത് എവിടെ നിന്നായി 5? ഫിഫ്ത്ത് ടേം അല്ലേ വേണ്ടത്. അപ്പോൾ ഫിഫ്ത്ത് ടേം എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 5. അപ്പോൾ ഇവിടെയും എന്നിൻ്റെ വാല്യൂ എത്ര ഇട്ട് കൊടുക്കേണ്ടത്? 5 മൈനസ് 1 ഇൻറ്റു D ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ്? 4. ആ 4 ആണ് ഇവിടെ ഇട്ടേക്കുന്നത്. ഇത് കണ്ടില്ലേ, നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് D4 ക്വസ്റ്റ്യനിലുള്ളതാണ്. ഇനി A1 പ്ലസ് 5 മൈനസ് 1 എത്രയാണ്? 4 ഇൻറ്റു 4. സോ A5 എന്ന് പറഞ്ഞാൽ A1 പ്ലസ് 16 എന്ന് കിട്ടി. കാരണം നമുക്കിവിടെ ഫസ്റ്റ് ടൈം അറിയില്ല, അതുകൊണ്ടാണ് നമ്മൾ A1 എന്ന് തന്നെ കൊടുത്തത്. ഇതേപോലെ സെക്കൻഡ് APയുടെയും
പ്രത്യേകിച്ച് ഒരു ഡിഫറൻസും ഇല്ല, ഇത് തന്നെയാണ്. കാരണം എന്താ നോക്കിയേ, അതിലും ഫിഫ്ത്ത് ടേം ആണ് ചോദിച്ചിരിക്കുന്നത്. ഫിഫ്ത്ത് ടേമിൻ്റെ ഡിഫറൻസ് ആണ്. സോ B5 ഈക്വൽ ടു B1 പ്ലസ് n-1 ഇൻറ്റു ഡി. കോമൺ ഡിഫറൻസ് സെയിം ആണ്, 4 തന്നെ. ഫിഫ്ത്ത് ടേം ആണ്, അതുകൊണ്ട് എന്നിൻ്റെ വാല്യൂ എത്ര തന്നെയാണ്? 5 തന്നെയാണ്. സോ 5 - 1 ഇൻറ്റു 4. അപ്പോൾ കിട്ടുന്നത് എന്താ? B5 ഈക്വൽ ടു B1 പ്ലസ് സെയിം 16. 4 4s are 16. സോ B5 ഈക്വൽ ടു B1 പ്ലസ് 16. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? തന്നിരിക്കുന്ന ഇൻഫർമേഷൻ നോക്കി. A5 മൈനസ് B5 ഈക്വൽ ടു 8. ഇത് തന്നേക്കുന്ന ക്വസ്റ്റ്യനിൽ ആ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. A5ൻ്റെ വാല്യൂ എത്രയാണെന്നാണ് കിട്ടിയേ? A1 പ്ലസ് 16 മൈനസ് B5ൻ്റെ വാല്യൂ എത്രയാ? B1 പ്ലസ് 16 ഈക്വൽ ടു 8. ഇവിടെ നമ്മൾ എന്തിടണം? ബ്രാക്കറ്റ്. വൈ? ബിക്കോസ് ഈ രണ്ട് ടേംസിൻ്റെയും നെഗറ്റീവ് നമ്മൾ എടുക്കണം. B5ൻ്റെ മുഴുവൻ നെഗറ്റീവ് വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. സോ എത്രയും ഈ മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് എത്രയാവും? മൈനസ് B1 മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് 16. നോക്കിയേ, ഇവിടെ പ്ലസ് 16 ഉണ്ട്, ഇവിടെ മൈനസ് 16 ഉണ്ട്. 16ഉം 16ഉം ക്യാൻസലായി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? A1 മൈനസ് B1 ഈക്വൽ ടു 8. A1 മൈനസ് B1 ഈക്വൽ ടു 8. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ. എന്താ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദെയർ ഫസ്റ്റ് ടേംസ്. ഒന്നാമത്തെ AP-യുടെ ഫസ്റ്റ് ടേം മൈനസ് രണ്ടാമത്തെ AP-യുടെ ഫസ്റ്റ് ടേം ഈക്വൽ ടു 8. അങ്ങനെ നമ്മൾ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഓക്കെ, മനസ്സിലായോ? ഇനി ഒന്നുകൂടെ ഇതൊന്ന് റിവൈൻഡ് ചെയ്ത് കണ്ടു നോക്കിയാൽ മതി. ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ആയിക്കോളൂ കേട്ടോ. ഇത് ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദി AP. ഇവിടെ ഒരു ടേം ഓർത്തോണം, ഇവിടെ സം ഓഫ് 20 ടേംസിൻ്റെയാണ് ഡിഫറൻസ്. അതായത് എക്സ്ട്രാ ആയിട്ട് ഒരു ടേം കൂടെ നമ്മൾ AP പഠിക്കുന്നുണ്ട്. എന്താ? സം ഓഫ് n ടേംസ്. SN, സം ഓഫ് n ടേംസ് ഓഫ് എനി AP ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഇങ്ങനൊരു ഇക്വേഷൻ ഇവിടെ പഠിക്കുന്നുണ്ടല്ലോ. രണ്ട് ഇക്വേഷൻസ് അല്ലേ ആകെ AP-യിൽ പഠിക്കുന്നുള്ളൂ. ഒന്ന് സമ്മും ഒന്ന് ടേമും അല്ലേ? ഇത് സമ്മ്. അപ്പോൾ ഇവിടെ തന്നേക്കുന്നത് ഈ ഒന്നാമത്തെ AP-യുടെ 20 സംഖ്യകളുടെ തുക മൈനസ് രണ്ടാമത്തെ AP-യുടെ 20 സംഖ്യകളുടെ തുക. അതുകൊണ്ടാണ് ഞാനിതിവിടെ S20 ബ്രാക്കറ്റിൽ 1 ഇടാൻ കാര്യം. ഫസ്റ്റ് AP S20 ഓഫ് സെക്കൻഡ് AP. അതൊന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് അങ്ങനെ ബ്രാക്കറ്റിൽ 1 2 എന്നിട്ടേക്കുന്നത്. ഇനി ഇത് നമുക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ് നമ്മൾ ഈ ഒന്നാമത്തെ AP-യിലേക്കാണ് പോകുന്നത് കേട്ടോ. ഫസ്റ്റ് AP-ൻ്റെ ഇൻഫർമേഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഈ താഴെ 1 എന്നിട്ടേക്കുന്നത്. സോ എത്ര ടേംസിൻ്റെ സമ്മിൻ്റെ ഡിഫറൻസാണ് കണ്ടുപിടിക്കേണ്ടത്? 20 ടേംസിൻ്റെ. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 20. 20/2. ഇത് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. 20/2 ഇൻറ്റു ഫസ്റ്റ് ടേം എന്നാ? A1 പ്ലസ് ലാസ്റ്റ് ടേം, അതായത് നമുക്ക് വേണ്ട ടേം ഏത് ടേം വരെയാണ് കണ്ടുപിടിക്കേണ്ടത്? 20ാമത്തെ ടേം വരെയല്ലേ. സോ ലാസ്റ്റ് ടേമായിട്ട് എന്തിനെ എടുക്കാം? A20. ലാസ്റ്റ് ടേമായിട്ട് ഈ 20നെ എടുക്കാം. ഇനി നോക്കിയേ, ഇനി A20യുടെ വാല്യൂ എനിക്ക് അറിയാവോ? ഇല്ല. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നേരത്തെ പഠിപ്പിച്ചില്ലായിരുന്നു ഒരു ഇക്വേഷൻ. AN ഈക്വൽ ടു A പ്ലസ് n-1 ഇൻറ്റു ഡി. സെയിം ഇവിടെ ഇട്ട് കൊടുത്തേ. AN ഈക്വൽ ടു A പ്ലസ് n-1 ഇൻറ്റു ഡി. അതായത് ANൻ്റെ സ്ഥാനത്ത് എത്ര ഇട്ട് കൊടുക്കാം? 20 എന്നിട്ട് കൊടുക്കാം. എയുടെ സ്ഥാനത്ത് എത്രയാണ്? A1. എന്നിൻ്റെ സ്ഥാനത്ത് 20 - 1. 20 - 1 ആണ് 19 എന്ന് കിട്ടിയത്. അപ്പോൾ A1 പ്ലസ് 19 ഇൻറ്റു ഡി. എന്താണ് ഈ ഡിയുടെ വാല്യൂ? ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നു. കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് തന്നേക്കുന്നത്? 4 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. സോ അതിട്ട് കൊടുത്തേ. 19 4s are 76. അങ്ങനെ A2ൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. A20യുടെ വാല്യൂ നമുക്ക് കിട്ടി. A1 പ്ലസ് 76 എന്ന് കിട്ടി. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. A20 ഈക്വൽ ടു A1 പ്ലസ് 76. ഇവിടെ A1. ഓക്കെ, 20 - 2 എത്രയാ? 10 ആണല്ലോ. ഇൻറ്റു A1ഉം കൂടെ കൂട്ടുക. അപ്പോൾ എത്ര A1 ആയി? 2A1 പ്ലസ് 76. ഇതാണ് ഒന്നാമത്തെ AP-യുടെ സം ഓഫ് 20 ടേംസ്. ഇതേപോലെ രണ്ടാമത്തെ AP-യുടെയും സം ഓഫ് 20 ടേംസ് എങ്ങനെ എഴുതാം? S20 ഓഫ് 2 ഈക്വൽ ടു S20 ഓഫ് 2 ഈക്വൽ ടു 20 - 2 ഇൻറ്റു B1 പ്ലസ് B20. ഇത് നോക്കിയാൽ മതി, ഒരു ഡിഫറൻസും ഇല്ല.
ഇവിടെ നോക്കിക്കേ, 10 ഇൻറ്റു, അതായത് 20/2 എന്നതാ 10 അല്ലേ, 10 ഇൻറ്റു B1 പ്ലസ് 76 തന്നെയാണ്. കാരണം കോമൺ ഡിഫറൻസ് സെയിം ആണല്ലോ. അപ്പോൾ അവിടുത്തെ അതേ ടേം തന്നെയാണ് ഇവിടുത്തെയും ബിയുടെ ടേം ആയിട്ട് വരുന്നത്. ആകെ ഫസ്റ്റ് ടൈമിലുള്ള ഡിഫറൻസേ ഉള്ളൂ. സോ B1ഉം B1ഉം കൂടെ കൂട്ടിയപ്പോൾ 2B1 ആയി, ഇവിടെ 72 ആയി. ഇനി ഇത് തമ്മിൽ കുറച്ചാൽ മതി. ശ്രദ്ധിച്ചിരുന്നോണേ, ഇവിടെയും 10 ഉണ്ട്, ഇവിടെയും 10 ഉണ്ട്. അപ്പോൾ നമുക്ക് 10 കോമൺ ആയിട്ട് എടുക്കാം. അന്നേരം 10 കോമൺ ആയിട്ട് എടുത്തിട്ട് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെയുള്ള ടേംസ് അങ്ങനെ എഴുതുക. 2A1 പ്ലസ് 76 മൈനസ്, നമ്മൾ 10 വെളിയിൽ എടുത്തല്ലോ ഓൾറെഡി, ഇനി ഒരു പ്രാവശ്യം കൂടെ വേണ്ട. അപ്പം 10 മാറ്റി, ഇനി മിച്ചമുള്ളത് തന്നെ മൈനസ് 2B1 മൈനസ് 76. ഈ പ്ലസ് 75ഉം മൈനസ് 75ഉം ക്യാൻസൽ ആയിപ്പോവും. പിന്നെ മിച്ചം എന്താ ഉള്ളത്? 2A1 മൈനസ് B1 എന്ന് വന്നു. 10 ഇൻറ്റു 2 കോമൺ ആണ് അല്ലേ, അപ്പോൾ 2ഉം കൂടെ ബ്രാക്കറ്റിന് വെളിയിലെടുത്തു. അപ്പോൾ 10 ഇൻറ്റു 2 ഇൻറ്റു A1 മൈനസ് B1. പക്ഷേ A1ഉം B1ഉം തമ്മിലുള്ള ഡിഫറൻസ് നമുക്കറിയില്ല. പകരം ഇതിൽ നമ്മളുടെ ഫസ്റ്റ് പാർട്ടായിട്ട് നമ്മൾ കണ്ടുപിടിച്ചത് B5, അതായത് ക്വസ്റ്റിന് തന്നിട്ടുള്ള ഒരു പാരാമീറ്റർ ആയിരുന്നു A5 മൈനസ് B5, അല്ലെങ്കിൽ ഫിഫ്ത്ത് ടേംസിൻ്റെ ഡിഫറൻസ് 8 ആണെന്ന് തന്നായിരുന്നു. അപ്പോൾ കോമൺ ഡിഫറൻസ് സെയിം ആയതുകൊണ്ട്, എന്ത് സെയിം ആയതുകൊണ്ട് മാത്രമാണ്? കോമൺ ഡിഫറൻസ് സെയിം ആയതുകൊണ്ട് ഇതിലെ ഏത് രണ്ട് ടേംസിൻ്റെ ഡിഫറൻസും സെയിം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, കോമൺ ഡിഫറൻസ് 4 അല്ലേ ഈ ക്വസ്റ്റിന് തന്നേക്കുന്നത്. അത് വെച്ച് ഞാനൊരു AP ഇവിടെ എഴുതുക. 2, 6, 10, 14. നോക്കിയേ, കോമൺ ഡിഫറൻസ് 4 ഇവിടെയും 4 ഇവിടെയും 4. അതേപോലെ വേറൊരു AP എഴുതുവാണ്. ആദ്യത്തെ ടേം 10 ആയിട്ട് എടുത്തു. കോമൺ ഡിഫറൻസ് എത്രയാണ്? 4. അപ്പോൾ 10, 14, 18, 22 എക്സെട്ര. ഇനി ഇതല്ലേ ഫസ്റ്റ് ടേം, ഇത് A1, ഇത് B1. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 8. അതുപോലെ അടുത്ത രണ്ട് ടേംസ് നോക്കിയേ, A2ഉം B2ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 8. ഇത് നോക്കിയേ, A3ഉം B3ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 8. അതുപോലെയാണ് A5ഉം B5ഉം തമ്മിലുള്ള ഡിഫറൻസും 8 ആണ്. A1ഉം B1ഉം തമ്മിലുള്ള ഡിഫറൻസും എത്ര തന്നെയാണ്? 8 ആണ്. അതിൻ്റെ കണ്ടീഷൻ എപ്പോഴാണ്? കോമൺ ഡിഫറൻസ് ഓഫ് ദി ബോത്ത് APs ആർ സെയിം. ശ്രദ്ധിച്ചോണം, ഈ AP-യുടെയും ഈ AP-യുടെയും കോമൺ ഡിഫറൻസ് സെയിം ആയതുകൊണ്ട് മാത്രമാണ് ഈ A1ഉം B1ഉം തമ്മിലുള്ള അതേ ഡിഫറൻസ് A5ഉം B5ഉം തമ്മിൽ കിട്ടിയത്. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. A5 മൈനസ് B5 എത്രയാണെന്നാ? 8. അപ്പോൾ 20 ഇൻറ്റു 8 നമുക്ക് എത്ര കിട്ടി? 160. അതായത് സം ഓഫ് 20 ടേംസ് ഓഫ് ഫസ്റ്റ് AP, ഫസ്റ്റ് ആയിക്കോട്ടെ സെക്കൻഡ് ആയിക്കോട്ടെ, ഇത് ഡിഫറൻസ് ബിറ്റ്വീൻ സം ഓഫ് 20 ടേംസ് ഓഫ് ദി സം ഓഫ് 20 ടേംസ് ഓഫ് ബോത്ത് AP ഈസ് 160. മനസ്സിലായോ പറഞ്ഞേ? ഈ ഒറ്റ പാരാമീറ്ററിൽ മാത്രമേ കൺഫ്യൂഷൻ ഇവിടെ വരാൻ ചാൻസ് ഉള്ളൂ. A1 മൈനസ് B1 തന്നെയാണ് A5 മൈനസ് B5, പ്രൊവൈഡഡ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദി ബോത്ത് APs ആർ സെയിം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മനസ്സിലാകാൻ വേണ്ടിയാണ് ഇവിടെ ഇത് വരച്ചു തന്നത്. ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് കണ്ടു നോക്കുക. സ്ലോ ചെയ്ത്, അതായത് ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുവാണെങ്കിൽ ഒന്നുകൂടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ. ഏതെങ്കിലും ചാപ്റ്റേഴ്സ് സ്പെസിഫൈ ചെയ്തെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതുകൂടി ഇടുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.